ഈ വീഡിയോയിൽ കുറച്ചൊരു ക്വിക്കായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ്സ്, അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇനി ഇന്ത്യ എടുക്കാൻ പോകുന്ന നടപടികൾ, അപ്പോൾ ഇനി അതിനെ റെസിപ്രോക്ക് ചെയ്ത് അമേരിക്ക എന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഈ രീതിയിലുള്ള പല പ്രതീക്ഷകളിലൂടെയാണ് ഇപ്പം മൊത്തത്തിലൊരു ജിയോ പൊളിറ്റിക്സ് മാറിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചൈന ഇപ്പം ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് നടന്ന SCO സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പേജായിട്ട് ചൈനയ്ക്കുള്ളിൽ പല പത്രങ്ങളിലും, സൗത്ത് ചൈന പോസ്റ്റ്, ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം വിശദമായ ആർട്ടിക്കിൾസ് തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെയും ചൈനയുടെയും ആ ഒരു പ്രൈം മിനിസ്റ്റർ മോദി അതേപോലെ ഷീ ജിൻപിങ് രണ്ടുപേരുടെയും ഹാൻഡ് ഷേക്ക് ചെയ്ത് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കൊടുത്ത് അവർ ഒരു ആർട്ടിക്കിൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് മാധ്യമങ്ങളിൽ തന്നെ അവരുടെ ലാംഗ്വേജിലും അതേപോലെ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ചൈന രണ്ടും കൽപ്പിച്ചാണ്. കാരണം ചൈന ഇന്ത്യയുമായിട്ട് ഭയങ്കര ഡീപ്പ് റിലേഷൻഷിപ്പ് വേണം എന്ന് പറഞ്ഞിട്ടാണോ എന്ന് വിചാരിക്കരുത്, ഒരിക്കലുമില്ല. മാർക്കറ്റ് ലക്ഷ്യമാണ്. ചൈന ഇന്ത്യയുടെ മാർക്കറ്റാണ് ലക്ഷ്യമിടുന്നത്. ചൈന മാത്രമല്ല, ലോകത്തുള്ള പല രാജ്യങ്ങളും, മാനുഫാക്ചറിങ് ചെയ്യുന്ന പല രാജ്യങ്ങളും, അമേരിക്കയ്ക്കും അത് തന്നെയാണ് താല്പര്യം. ഈ അമേരിക്കയുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആരോപിക്കുന്ന ട്രേഡ് ഡെഫിസിറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പല വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയത്തക്ക രീതിയിലല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ബിയോണ്ട് ദാറ്റ് ഡെഫിസിറ്റ് എമൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് സർവീസ് മേഖലയിൽ ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വലിയ തോതിലുള്ള എമൗണ്ട് ആണ്. ഇപ്പോൾ ട്രംപ് അടുത്തൊരു ഭീഷണിയാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് 200% താരിഫ്, അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മെഡിസിന്റെ മേളിൽ, മരുന്നുകളുടെ മേളിൽ, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റത്തിന് മേളിൽ 200% താരിഫ് കൊണ്ടുവരുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത്. ഇത് ഇന്ത്യക്ക് ഒരു ഇൻഡയറക്റ്റ് സൂചന കൂടിയാണ്. അതായത് നെഗോഷിയേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോഴും ഒരു ത്രെട്ട്, എപ്പോഴും ഒരു പ്രഷറിന് വേണ്ടിയിട്ട് ഒരു ഹൈ പ്രഷർ പോളിസി ട്രംപ് അപ്ലൈ ചെയ്യാറുണ്ട്. അത് ട്രംപിൻ്റെതായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ശൈലിയാണ്. അപ്പോൾ ആ ഒരു കച്ചവടക്കാരൻ്റെ ശൈലിയിലാണ് ട്രംപ് ഇപ്പോഴും ആ ഒരു ഭാഷ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈഡിൽ നിന്ന് കുറച്ച് മയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അവരുടെ ആ ഒരു അധികാര ധ്വനിയില്ലേ, അതിൽ ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പീറ്റർ നെവറോ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്, അപ്പോൾ അതുകൊണ്ട് ഡിക്റ്റേറ്റർ നേഷനോട് പോയി ചേരരുത്, ഇന്ത്യ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട രാജ്യമാണ് എന്നുള്ള രീതിയിൽ അയാൾ സ്വരം ഇച്ചിരി മയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ആജ്ഞാപനയില്ലേ, അതിന് ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കോട്ട് ബെസന്റ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയാണ്. അപ്പോൾ പുള്ളി ഇത്രയും നാളും ഭയങ്കരമായിട്ട് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ടാണ് ഇരുന്നത്. ശരിക്കും ഫോക്സ് ന്യൂസിലൊക്കെ ചെന്ന് ഇന്ത്യൻ കറൻസി ആണോ അമേരിക്കൻ ഡോളറെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, ദേ കാനോട്ട് ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് സ്കോട്ട് ബെസന്റ്. ഇപ്പോൾ അയാളുടെ സ്വരത്തിൽ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ പഴയതുപോലെ അത്ര ആക്രോശപൂർവ്വമായിട്ട് പുള്ളി സംസാരിക്കുന്നില്ല. അതിന് പകരം ഇച്ചിരി മയപ്പെട്ട രീതിയിൽ ആദ്യം ഇന്ത്യ വരണം, രണ്ടാമത് ചൈന വരണം, ഇന്ത്യയുമായിട്ട് ചൈനയുമായിട്ടൊക്കെ അമേരിക്കയ്ക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഇന്ത്യ വരണം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ജിയോ പൊളിറ്റിക്കൽ റീസൺ. ചൈന വരണം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇൻസൈഡ് ഇന്റർണൽ മാനുഫാക്ചറിങ്, ലോക്കൽ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിന് ചൈനയുടെ പാർട്ടിസിപ്പേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല മേഖലകളിലും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ട് രാജ്യങ്ങളെയും അവർ 1 by 1 ആയിട്ട് സ്കോട്ട് ബെസന്റ് കോട്ട് ചെയ്യുന്നത്. പക്ഷേ അതേസമയം റഷ്യ ഒറ്റപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെക്കുന്നത്. റഷ്യ ഒറ്റപ്പെടുത്തണം എന്ന് പറയുമ്പോഴത്തേക്കും യുറേനിയം പോലത്തെ സാധനങ്ങളൊക്കെ അമേരിക്ക റഷ്യ എടുത്താണ് ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് റഷ്യയുമായിട്ടുള്ള ട്രേഡ്. ഇതിനൊക്കെ അവർക്ക് ഉത്തരമൊന്നുമില്ല, നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമില്ല, വി ഡോണ്ട് കെയർ. ഇപ്പോൾ സ്കോട്ട് ബെസന്റ് ഇപ്പോൾ ഒരു ഓപ്ഷനാണ് വെച്ചിരിക്കുന്നത്. സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത് ഓൾ ഓപ്ഷൻസ് ആർ ഓപ്പൺ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഓപ്പൺ ആണ്. അതായത് പൂർണ്ണമായിട്ട് നെഗോസിയേഷന് വാ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യ അങ്ങ് വന്നാൽ മതി, കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ടഫായിട്ടുള്ള ഒരു നിലപാട് അമേരിക്കയ്ക്കെതിരെ എടുത്തത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഗ്രോത്ത് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ഈ വളർച്ച, സാമ്പത്തിക വളർച്ച, അതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ GDP മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ $500 ബില്യൺ ബിസിനസ് നമ്മൾ അമേരിക്കയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. എപ്പോഴാണ്? 2030 ബിഫോർ 2030 we are expecting $500 billion ബിസിനസ് ഓൺലി ഫ്രം അമേരിക്ക. അതാണ് നമ്മളുടെ ടാസ്ക്. ഈ ടാസ്ക് നമ്മൾ പരസ്യമായിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഇത് ഇന്ത്യക്കുള്ളിലുള്ള അജണ്ടയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബൈലേറ്ററൽ എഗ്രിമെന്റ് അമേരിക്കയുമായിട്ട് തയ്യാറാക്കുന്നത്. ആ ബൈലേറ്ററൽ എഗ്രിമെന്റിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഓവർടേക്ക് ചെയ്ത് നമ്മളെ ഈ രീതിയിൽ താരിഫിട്ട് നമ്മളെ പേടിപ്പിക്കാം. അതായത് അമേരിക്ക ഇന്ത്യയെ ഒന്ന് അടക്കി നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ടെസ്റ്റാണ് അവരടിച്ചത്. ആ ടെസ്റ്റ് അടിച്ചതിലാണ് ഇപ്പോൾ അവർക്ക് ഈ പണി കിട്ടിയത്. ടെസ്റ്റ് അടിക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യ എന്ത് ചെയ്ത്? സ്കിപ്പ് ചെയ്ത്. നീ എന്നെ ടെസ്റ്റ് അടിക്കണ്ട, നീ അവിടെ ഇരുന്ന് നീ നിന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നാൽ മതി. നമ്മൾക്ക് കച്ചവടം വേണം, പക്ഷെ അത് മ്യൂച്വലാണ്. തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞ രാജ്യത്തിൽ നിന്ന് സാധനങ്ങൾ ഒരു ഡോളർ ബേസ്ഡ് എക്കോണമിയിലേക്ക് കയറ്റി അയക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകും. ഇത് സ്വാഭാവികമാണ്. ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ കമ്പനി നിങ്ങൾ എടുത്തോളൂ. ഈ ആപ്പിളിന്റെ കമ്പനി കൊണ്ട് ഗുണമാർക്കാണ്? ഈ ആപ്പിളിന്റെ കമ്പനി ഏത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻഡെക്സ് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂയോർക്കിലെ നാസ്ഡാക്കിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ?
പക്ഷെ ആപ്പിളിന്റെ കമ്പനി ഇപ്പോൾ ഫുൾ മാനുഫാക്ചറിങ് ഇന്ത്യയിലാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലാണെങ്കിൽ കോസ്റ്റ് കുറവാണ്, അവരുടെ പ്രോഡക്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ചെറിയ ചെലവിൽ അവർക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പൊ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയുമ്പോഴത്തേക്കും അവർക്ക് പ്രോഫിറ്റ് ഇരട്ടിയാവും. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്കുള്ളിൽ, ചൈനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നതാണ്, അത് എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് അവർക്ക് ഒരുപാട് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫ്രണ്ട്ലി നേഷൻ. അപ്പം എന്തായാലും അതൊരു ഡെമോക്രാറ്റിക് നേഷൻ, അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ഇല്ല. അപ്പം പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്നാലും നിലവിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോങ് ടേം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമെന്റ്മെന്റ് ആണ് ഇന്ത്യ പല ഫോറിൻ കമ്പനികൾക്കും നടത്തി കൊടുത്തിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പല കമ്പനികളും ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഒരു ഗവൺമെന്റ് മാറി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആപ്പിൾ കമ്പനിക്ക് എന്തെങ്കിലും അവരുടെ പോർട്ട്ഫോളിയോയിൽ ചേഞ്ച് വരുത്താൻ കഴിയില്ല ഗവൺമെന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. ആ രീതിയിൽ ലോങ് ടേം എഗ്രിമെന്റ്സ് ആണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആപ്പിൾ പോലത്തെ കമ്പനികളൊക്കെ ഇന്ത്യക്കുള്ളിൽ വരുന്നത്. നമ്മുടെ ടെസ്ലയൊക്കെ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിംഗ് വേണ്ടി വിളിച്ചതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ആ രീതിയിൽ ഇന്ത്യ ഒരു ഫോർകാസ്റ്റിംഗോടെ മുന്നോട്ട് ചലിക്കുമ്പോൾ അമേരിക്ക എന്താണ് ചിന്തിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പൊ ആപ്പിൾ കമ്പനി എന്തുകൊണ്ട് അവരുടെ തന്നെ സാധനമാണ്, അമേരിക്കയുടെ സാധനം, അമേരിക്കയുടെ കമ്പനി, അമേരിക്കൻ ഓണർഷിപ്പിലുള്ള സാധനങ്ങൾ, എന്തുകൊണ്ട് അവർക്ക് അമേരിക്കയുടെ ഉള്ളിൽ മാനുഫാക്ചറിംഗ് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം കോസ്റ്റ്, പൈസ കൂടും. അതാണല്ലോ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇതുകൊണ്ട് ഗുണമാർക്കാണ്? നീ ഇന്ത്യയിൽ ഉണ്ടാക്കിയാലും ചൈനയിൽ ഉണ്ടാക്കിയാലും അൾട്ടിമേറ്റ്ലി നിന്റെ കമ്പനി നാസ്ഡാക്കിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കമ്പനി GPOയിൽ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എവിടെയാണ്? അമേരിക്കയുടെ ഉള്ളിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ആപ്പിൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് അമേരിക്കയിലേക്കാണ്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ? ഇതുപോലത്തെ പല അമേരിക്കൻ കമ്പനികളുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ആപ്പിൾ കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ കയറ്റി അയക്കുമ്പോഴത്തേക്കും അതും കൂടി ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്നതായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതിന്റെയും കൂടെ ട്രേഡ് ഡെഫിസിറ്റ് സഹിക്കേണ്ടത് ഇന്ത്യയാണ്. അമേരിക്കൻ കമ്പനികൾ എന്തെല്ലാം ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടോ ആ കമ്പനികളുടെ കയറ്റുമതിയൊക്കെ ഒഴിവാക്കണ്ടേ ഈ ട്രേഡ് ഡെഫിസിറ്റിന്? അങ്ങനെയാണെങ്കിൽ ബോയിങ്ങും അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയല്ലേ. അപ്പോൾ ബോയിങ്ങിന്റെ സ്പെയർ പാർട്സും ഇവിടുന്ന് കയറ്റി അയക്കുന്നില്ലേ പല രാജ്യങ്ങൾക്കും? അപ്പോൾ ബോയിങ്ങും ഇതേപോലെ ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റിൽ നിന്ന് ഒഴിവാക്കി തരേണ്ടതല്ലേ? ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല പല വിഷയങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഈ 36,000 സാധനങ്ങൾ ലിസ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ പോയി നെഗോഷിയേറ്റ് ചെയ്ത് ബൈലേറ്ററൽ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പോയത്. കാരണം ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും നമുക്കൊരു സ്റ്റോറി പറയാനുണ്ട്. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും അതിൻ്റെതായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റിന്റെ റോങ് കാൽക്കുലേഷൻസ് നമുക്ക് അമേരിക്കയ്ക്ക് പഠിപ്പിക്കാനുണ്ട്. അപ്പൊ ഈ പഠിപ്പീര് അവിടെ നടക്കുന്നതുകൊണ്ടാണ് ഈ സ്കോട്ട് ബസിന്റെ പോലത്തെ ആൾക്കാർക്ക്, ലുറ്റിനിക്ക് പോലത്തെ ആൾക്കാർക്ക് ഇന്ത്യ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അതായത് ഇത് ഇന്ത്യക്കുള്ള പ്രോഫിറ്റ് അല്ല, ഇത് ഇന്ത്യയുടെ ഡെഫിസിറ്റ് അല്ല, ഇത് നിങ്ങളുടെ ഡെഫിസിറ്റ് ആണ് എന്ന് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ പല ഡെഫിസിറ്റുകളും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ട് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവന്റെ ബുദ്ധി ഉണ്ടല്ലോ, അവനത് സഹിക്കാൻ പറ്റൂല, അവനത് അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഈ ഒരു ട്രേഡും കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ ഒരു ഒത്തുതീർപ്പിൽ എത്താൻ പറ്റാതെ നാട്ടിലേക്ക് മടങ്ങിയത്. പിന്നീട് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് ഇത് റിസോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വാക്ക് പാലിക്കാതെ ഇടയിൽ കയറി ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കാനുള്ള സ്വഭാവമാണ് ട്രംപ് കാണിച്ചത്. അതിനുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് കുരുപൊട്ടുക, അമേരിക്ക ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ചലിക്കാൻ പറ്റൂല, അമേരിക്ക നമ്മളെ തുലച്ചു കളയും, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള അക്കൗണ്ടിംഗ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അല്ലാതെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്വകാര്യം പറയാനല്ല പോയിരിക്കുന്നത്, പ്രഡിക്ഷൻസും അല്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യക്ക് വേണ്ടത് ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ആണ്. അത് 2030 നമ്മൾ വെച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരം $500 ബില്യൺ വർത്ത് വരുന്ന ബിസിനസ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നിരിക്കണം. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈ നിലപാട് തന്നെ എടുക്കണം. ഇന്ത്യ എടുക്കുന്ന ഈ നിലപാടിൽ അവർ മയപ്പെട്ട് വന്ന് നമുക്ക് ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഇപ്പൊ വിളിക്കുന്നുണ്ടല്ലോ, വരൂ നെഗോഷിയേറ്റ് ചെയ്യാന്ന്, ഇങ്ങനത്തെ ഒരു വിളിക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ പരിപാടികളെ കാണിക്കുന്നത്. ഇതാണ് ജിയോ പൊളിറ്റിക്കൽ പ്രഷർ. ഈ പ്രഷർ ഇടുമ്പോഴത്തേക്കും ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ട് നേടിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബന്ധം, ആ ബന്ധമാണ് ഇപ്പം നമ്മളെ സഹായിച്ചത്. ശരിക്കും അമേരിക്ക കരുതി ഇന്ത്യക്ക് താരിഫ് ഇട്ട് കഴിഞ്ഞാൽ അമേരിക്കയോടൊപ്പം മറ്റുള്ള രാജ്യങ്ങളൊക്കെ നിന്നുകൊണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്തും എന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ അമേരിക്കയ്ക്ക് തെറ്റി. കാരണം അമേരിക്കയോടൊപ്പം ഒരു ന്യൂട്രൽ നിലപാടും ഇന്ത്യക്ക് പല രാജ്യങ്ങളും സപ്പോർട്ടാണ് തന്നത്. ഇപ്പൊ വേൾഡ് ഗ്ലോബൽ പോപ്പുലേഷൻ 40% ഉള്ള പോലെ SCO അതേപോലെ ബ്രിക്സ് സംഘടനയിലുള്ള രാജ്യങ്ങൾക്കാണ് ഈ 40% പോപ്പുലേഷൻ. അപ്പൊ അതായത് ഗ്ലോബലി 50% പോപ്പുലേഷൻ ഈ സൈഡിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റേ സൈഡിലാണെങ്കിൽ പർച്ചേസിംഗ് പവർ കുറവായിക്കൊണ്ട് വരികയാണ്. ഈ വെസ്റ്റേൺ കൺട്രീസിനാണെങ്കിൽ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇപ്പൊ അമേരിക്ക ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു ടെൻസ്ഡ് മൊമെന്റിലാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ ചൈനയെ വളരെ കോഷ്യസ് ആയിട്ട് കാണുന്നത്? കാരണം ചൈനയ്ക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു ഇൻഡോ പസഫിക് റീജിയനാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അമേരിക്ക കൊടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ചൈനയുടെ അടുത്ത് മൊത്തം 332 വാർഷിപ്പ് ഉണ്ട്, അമേരിക്ക എടുത്തത് 290. അമേരിക്കയ്ക്ക് ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു ഡോമിനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പാർട്ണറാണ്. അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയമാണ്. നാളെ തന്നെ ചൈന തൈവാനിന് മേളിൽ ഒരു ത്രെട്ട് കൊടുക്കുകയാണ്. അമേരിക്ക എന്ത് ചെയ്യും? അമേരിക്കയ്ക്ക് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സപ്പോർട്ട് വളരെ വളരെ അനിവാര്യമാണ്. നാളെ തന്നെ ചൈന ഫിലിപ്പൈൻസിന് ഒരു ഭീഷണി ഉയർത്തുന്നു, നാളെ തന്നെ ചൈന ജപ്പാൻ ഒരു ഭീഷണി ഉയർത്തുന്നു. എന്ത് ചെയ്യും? ചെറിയ ചെറിയ സെക്ടേറിയൻ ഗ്രൂപ്പുകളിൽ വരെ മാസക്കണക്കിൽ പോയിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല ശരിക്കും. ഇതേപോലെ ആ സാഹചര്യങ്ങളിൽ ഇതേപോലത്തെ ഗ്ലോബൽ പ്രഷർ ഇട്ടാൽ മാത്രമേ
ഏതെങ്കിലും തരത്തിൽ ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും ആരാണെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അമേരിക്കയുടെ ഡോമിനൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഉള്ള കാര്യമാണ്. ഈ റഷ്യയെ ഒക്കുപൈ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇപ്പൊ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റഷ്യയെ മാത്രം ടാർഗറ്റ് ചെയ്യാണ്. റഷ്യയെ അത്ര എളുപ്പത്തിൽ നടത്താൻ കഴിയില്ല. ചരിത്രം അങ്ങനെയാണ് തെളിയിക്കുന്നത്. ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നെപ്പോളിയൻ റഷ്യക്കെതിരെ പരാജയപ്പെട്ട ആളാണ്. അങ്ങനെ നെപ്പോളിയൻ പരാജയപ്പെട്ട സ്ഥലത്താണ് മാക്രോൺ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ഹിറ്റ്ലർ പരാജയപ്പെട്ടതാണ്. അത് ചരിത്രത്തിൽ ഉടനീളം നിങ്ങൾ നോക്കിക്കോളൂ. റഷ്യ അത്ര എളുപ്പത്തിൽ കയറി പിടിച്ചങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുന്ന സ്ഥലമല്ല. ആ സ്ഥലത്തിന്റെ നേച്ചർ അങ്ങനെയല്ല. ഞാൻ റഷ്യ വലിയ സംഭവമാക്കി പറയുന്നതല്ല, പക്ഷേ ആ ഒരു ലാൻഡിന്റെ നേച്ചർ അനുസരിച്ച് ഈ പുറത്തുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പത്തിൽ പോയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ് നേച്ചർ അല്ല റഷ്യക്കുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് റഷ്യ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ട്രാപ്പിലാക്കും, പെടുത്തും, ഉറപ്പാണ്. ബ്രിട്ടീഷ് ഒരു കാലത്ത് വളരെയധികം ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു കിങ്ഡം ആയിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, അതാണ് ബ്രിട്ടീഷ്. ഇന്ന് ബ്രിട്ടീഷ് എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ആ പ്രതാപം നശിക്കും. അതിങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ അമേരിക്ക ആ പ്രതാപം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. ഇത് അമേരിക്കക്കാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തൽക്കാലം താമസിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമുണ്ടാകുന്നില്ല ഞാൻ പറയുന്നത്. മോഡേൺ ഡേയ്സിൽ ഗ്ലോബൽ ഇൻഫ്ലുവൻസിൽ അമേരിക്കയുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു തന്നെ വരും. അത് ആർക്കും തടയാൻ പറ്റത്തില്ല. അൺസ്റ്റോപ്പബിൾ ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജിയോ പൊളിറ്റിക്സിൽ മുന്നോട്ട് ചലിക്കാൻ. അമേരിക്ക എവിടെയെങ്കിലും പോയിട്ട് ഇതേപോലെ ഡിക്റ്റേറ്റർഷിപ്പിനെ എടുത്തു കഴിഞ്ഞാൽ അവർ നാണം കെടും. ഇപ്പൊ തന്നെ അമേരിക്ക നോക്കൂ, വെനിസുലയുടെ മേളിലാണ് അവരിപ്പം കയറി കളിക്കുന്നത്. വെനിസുലയെ എങ്ങനെയാണ് അവർ കളിക്കുന്നത്? ഞാൻ കാണിക്കുന്ന മാപ്പിൽ വെനിസുല, പിന്നെ അതുപോലെ ഗയാന എസിക്യൂബിയ. ഈ ഗയാന എസിക്യൂബിയ എന്ന് പറയുന്നത് ഈ ഗയാനയുടെ തന്നെ ഒരു ലാൻഡിന്റെ പാർട്ടാണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഗയാനയെ വെച്ചിട്ടാണ് ഇപ്പം അമേരിക്ക പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗയാനയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡോട്ട് ആയിട്ട് കാണുന്നില്ലേ, ബ്ലൂ ഡോട്ട്. ഇവിടെ ഓയിൽ ശേഖരമുണ്ട്, ഫോസിൽ ഫ്യൂവൽ. അപ്പൊ ഈ ഫ്യൂവലിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അമേരിക്ക ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം അമേരിക്കയുടെ ഓരോ പ്ലേ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം വെനിസുലയുടെ മേളിൽ വെച്ചിരിക്കുന്ന ആരോപണം എന്താണ്? മരുന്ന് മാഫിയ. അതാണ് മരുന്ന് കച്ചവടം. ഫെന്റനൈൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് ഒഴുകുന്നതാണ് ആരോപണം. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എവിടെയും പോയി ഇടപെടില്ല. അവര് എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുക്കും. ഈ സാഹചര്യം ഇപ്പൊ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഗയാന എന്ന് പറഞ്ഞത്. ഇപ്പൊ ഗയാനയെ വെച്ചിട്ട് ഇപ്പൊ ഇവര് വെനിസുലയുടെ മേളിൽ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനുള്ള ആ ഒരു ഐഡിയ ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഗയാനയ്ക്കും വെനിസുലയ്ക്കും ഇടയിൽ ഇപ്പം ടെൻഷൻ റൈസ് ആയി വരികയാണ്. ഈ ഗയാനയെ അമേരിക്ക പിന്തുണയ്ക്കും. ഈ ഗയാന പറയുന്നത് ഈ ഓയിൽ ഫീൽഡ് എല്ലാം ഞങ്ങളുടേതാണ്, ഗയാനയുടേതാണ്. പക്ഷേ വെനിസുല പറയുന്നത് ഇത് ശരിക്കും ഈ ഇത്രയും ഏരിയ, അവരൊരു ഏരിയ കാണിക്കുന്നുണ്ട്, സ്ക്വയർ ടൈപ്പിൽ ഒരു ഏരിയ കാണിക്കുന്നുണ്ട്. ഈ ഇത്രയും ഏരിയക്കുള്ളിൽ വരുന്ന ഈ എണ്ണപ്പാടങ്ങളെല്ലാം വെനിസുലയുടേതാണെന്നാണ് വെനിസുലയുടെ മദുറാവോ പറയുന്നത്. ഇവിടെയാണ് ഇപ്പൊ തർക്കം. ഇപ്പൊ യഥാർത്ഥ വിഷയം പുറത്തു വന്നല്ലോ. അതായത് ഇപ്പൊ ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള അടി. ഇപ്പൊ മരുന്നും കാര്യങ്ങളൊക്കെ പോയി. ഇതുപോലെ തന്നെയാണ് അമേരിക്ക ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇതുപോലെ തന്നെയാണ് അമേരിക്ക ഓരോ കുക്ക്ഡ് അപ്പ് സ്റ്റോറികൾ കൊണ്ടുവരുന്നത്. അമേരിക്കയുടെ ആക്ച്വൽ നീഡ് വേറെ ആയിരിക്കും. അതേപോലെ ഒരു ആരോപണമാണ് ഇന്ത്യക്ക് മേളിൽ വെച്ചത്, റഷ്യൻ ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ റഷ്യൻ ഓയിൽ ആണോ വിഷയം? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും അറിയാം റഷ്യൻ ഓയിൽ അല്ല വിഷയം എന്നുള്ളത്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നമ്മൾ നിൽക്കണം. ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കയ്ക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള അജണ്ട. അതിന് ഇന്ത്യയുടെ മേളിൽ നല്ല രീതിയിലുള്ള പ്രഷർ ഇട്ട് ഇന്ത്യയെ മുട്ടുകുത്തിപ്പിക്കണം. ഇതാണ് അമേരിക്ക വിചാരിച്ചത്. ട്രംപിന്റെ ആ ഒരു ഹൈ പ്രഷർ പോളിസി ഇന്ത്യ എടുത്ത് ചെലവാവില്ല. ദ വേൾഡ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി, ഏറ്റവും കൂടുതൽ ജനങ്ങൾ UN റിപ്പോർട്ട് പ്രകാരം ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ അത്ര എളുപ്പത്തിൽ ചൊൽപ്പടിക്ക് നിർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ട്രംപ് ഒരിക്കൽ കൂടി മനസ്സിലാക്കേണ്ടത്. നമുക്ക് അമേരിക്കയുമായിട്ട് വിരോധമൊന്നുമില്ല. നമുക്ക് ആരുമായിട്ടും കച്ചവടം ചെയ്യാൻ താല്പര്യമേ ഉള്ളൂ. ഇഫ് അമേരിക്ക നീഡ് ഇന്ത്യ, ഡെഫിനറ്റ്ലി വി ആർ ഓപ്പൺ ആൾസോ. അമേരിക്ക മാത്രമല്ല ഓപ്പൺ ഫോർ ടോക്ക്, ഇന്ത്യ ആൾസോ ഓപ്പൺ ഫോർ ടോക്ക്. അത് മ്യൂച്വൽ ആയിരിക്കണം, റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, ജസ്റ്റിഫൈ ചെയ്യപ്പെടണം. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.